സമ്പത്തിൻ്റെ സുവിശേഷം എന്ന സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയിൽ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് എപ്രകാരം സമാഹരിക്കണമെന്നും എപ്രകാരം വിനിയോഗിക്കണമെന്നും എപ്രകാരം പരിപാലിക്കണമെന്നും വളർത്തണമെന്നും ഉയർത്തണമെന്നും അടുത്ത തലമുറയ്ക്കായി എപ്രകാരം കൈമാറ്റം ചെയ്യണമെന്നും ഒക്കെയുള്ള സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ വിവിധ തലങ്ങളാണ് നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളിൽ ക്രമാനുഗതമായൊരു വളർച്ച എപ്രകാരം സാധ്യമാവും എന്നതിനെക്കുറിച്ചാണ്. കാരണം 20കളിലായിരിക്കും നമ്മളൊരു തൊഴിലിലേക്ക് പ്രവേശിക്കുന്നത്. അന്നേരം ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ചിലപ്പോൾ പരിമിതമാണ്. വലിയ ബാധ്യതകളോ കടബാധ്യതകളോ മുൻ തലമുറയിൽപ്പെട്ടവർ മാതാപിതാക്കൾ നമുക്ക് മാറ്റിവെച്ചിരുന്ന വല്ല കടബാധ്യതകളൊന്നുമില്ല എങ്കിൽ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പരിമിതമാണ്. 30കളിലേക്ക് എത്തുമ്പോൾ നമ്മളുടേതായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ കുടുംബജീവിതത്തിൻ്റെ ചിലവുകൾ വർദ്ധിക്കുന്നു. 40കളാകുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾ, മറ്റ് ആരോഗ്യ പരിപാലന ചിലവുകൾ വർദ്ധിക്കുന്നു. 50കളാകുമ്പോൾ മറ്റു ചില ആവശ്യങ്ങൾ, ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വ്യത്യാസം വരുന്നതനുസരിച്ച് നമ്മുടെ തൊഴിൽ മേഖലയിലെ വളർച്ചയിലും വ്യത്യാസം വരണം. അതുകൊണ്ട് വ്യത്യസ്തമായ തൊഴിലിലേക്ക് മനുഷ്യൻ പലപ്പോഴും ചാടി പ്രവേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു വ്യക്തികൾ ഒരേ തൊഴിൽ മേഖലയിൽ തന്നെ നിൽക്കുന്നില്ല എന്നുള്ളത്. സാമ്പത്തിക മേഖലകളിൽ വലിയ കൈവയ്പ്പുകൾ നടത്തിയ ഒരു സാമ്പത്തിക ആസൂത്രണ പഠന വിദഗ്ധനാണ് റോബർട്ട് കിയോസാക്കി. അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ളൊരു പുസ്തകം ഈ മേഖലയിൽ ബെസ്റ്റ് സെല്ലറാണ്. ധാരാളം പേര് വായിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ്. അദ്ദേഹം പല മേഖലകളിൽ തൊഴിലെടുത്ത് വന്ന വ്യക്തിയാണ്. റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണി, ഖനികൾ, അതായത് ഖനനം ചെയ്യുക, മാനുഫാക്ചറിങ്, ഇങ്ങനെ പല നിക്ഷേപ സ്രോതസ്സുകളിൽ പണിയെടുക്കുകയും കഠിന ശ്രമത്തിലൂടെ ലാഭകരമായ രീതിയിൽ തൻ്റെ ബിസിനസ്സിനെ വളർത്തുകയും ചെയ്തു. എന്നാൽ ജീവിതത്തിൽ പല ബിസിനസ്സിലും നല്ല തിരിച്ചടികൾ, കനത്ത പരാജയങ്ങളും ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് കിയോസാക്കി. പിന്നീട് അദ്ദേഹം തൻ്റെ അനുഭവങ്ങളെല്ലാം കൂടി കൂട്ടിക്കലർത്തിയാണ് ഞാൻ നേരത്തെ പരാമർശിച്ച റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം സാമ്പത്തിക രംഗത്തേക്ക് വിപണിയിലേക്ക് ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്തും ആയിട്ട് ധാരാളം വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുള്ളവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ നൽകുന്നു. ലോകത്ത് ധാരാളം ബിസിനസ്സുകാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ബിസിനസ്സുകാരെ സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം ലോകമെങ്ങും യാത്ര ചെയ്ത് ബിസിനസ് മോട്ടിവേഷൻ നൽകുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് തൻ്റെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ ഖനനം ഏതെങ്കിലും മേഖലയിൽ പരിമിതപ്പെട്ട് നിൽക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ചെയ്തത്. വിപുലീകരിക്കുക ചെയ്തത്. വ്യാപനം, തൊഴിൽ മേഖലയുടെ വ്യാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതലും നമ്മൾ ചിന്തിക്കുന്നത്. ഈ മേഖലകളിൽ എന്തുകൊണ്ടിങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വലിയ തിയറിയാണ് മാസ്ലോസ് തിയറി എന്ന് പറയും. മാനേജ്മെൻറ്റ് രംഗത്ത് എല്ലാവരും പഠിപ്പിക്കുകയും ചെയ്യുന്ന തിയറിയാണ് മാസ്ലോസ് തിയറി. മാസ്ലോയുടെ അഭിപ്രായം അനുസരിച്ച് മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പല പടികളുണ്ട്. ആദ്യത്തെ തലത്തെ അദ്ദേഹം വിളിക്കുന്നത് ഫിസിയോളജിക്കൽ തലം എന്നാണ്. എന്ന് പറഞ്ഞാൽ ശാരീരിക ആവശ്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ ശാരീരിക ആവശ്യങ്ങളുടെ തലമാണ്. ഒരു മനുഷ്യന് എന്തിനാ പണിയെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഫിസിയോളജിക്കൽ, ശാരീരികപരമായ ആവശ്യങ്ങളാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തലത്തിലേക്ക് മാസ്ലോ നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്ന ഇപ്രകാരമാണ്. ഒരു സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞു. സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, എനിക്ക് സ്വന്തമെന്ന് പറയാൻ കുറച്ച് ആളുകൾ, ഒരു പ്രസ്ഥാനം, ഒരു സംവിധാനം, ഇങ്ങനെ ഒരു ബിലോങ്ങിങ്നെസ്, ഓണിങ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു തലമാണ്. മൂന്നാമത്തെ തലത്തിലേക്ക് മാസ്ലോ നമ്മളെ കൊണ്ടുപോകുന്ന സോഷ്യൽ നീഡ്സാണ്. സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട്
ഈ സാമൂഹ്യ തലത്തിലുള്ള ഒരു റെക്കഗ്നിഷൻ, ഒരു അംഗീകാരം. വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം, ഹു ആർ യു എന്ന് ചോദിക്കുന്ന പോലെയല്ല, വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കൊടുക്കുക. അതാണ് 4ാമത്തെ തലത്തിലാണ് മാസ്റ്റർ പറയുന്നത് നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ട ഒരു തലം. അത് മാസ്റ്റർ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ്റെ തലമാണ്, ആത്മസാക്ഷാത്കാരത്തിൻ്റെ തലം എന്നൊക്കെ വിളിക്കും. താൻ എന്തിനാണ് നിയോഗിക്കപ്പെട്ടത് ആ നിയോഗത്തിലേക്ക് എത്തിച്ചേരുന്ന തലത്തെയാണ് ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയും. ഈ അടുത്ത കാലത്തൊരു കോളേജിൽ ഫൈനൽ ഇയർ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ പോകുമ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു പേഴ്സണൽ തലം വയ്ക്കുകയാണെങ്കിൽ ഞാനൊരു കോളേജ് അധ്യാപികയാകാൻ തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. എക്കണോമിക്സിൽ ഡിഗ്രി, PG, PhD തുടങ്ങിയവ എടുത്തെടുത്ത് അങ്ങനെ പോയി. ഒപ്പം MBA ഇൻ HR, മനുഷ്യജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ സ്റ്റഡീസിലുള്ള എൻ്റെ താല്പര്യം മൂലം ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ അയച്ചു എന്നോടൊപ്പം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു ആളെയും കൂടി കൊണ്ട്. അപ്പോൾ 25 വയസ്സുള്ള എനിക്ക് പരിചിതനായൊരു ചെറുപ്പക്കാരനെ കൂടി ഞാൻ കൂടെ കൂട്ടി. അവൻ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, 22ാമത്തെ വയസ്സിൽ BArch കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് തൊഴിൽ ദാതാവാകണമെന്ന് ആഗ്രഹമുണ്ടായി, തൊഴിലെടുക്കുന്നവനേക്കാളേറെ തൊഴിൽ ദാതാവ്. അപ്പോൾ സ്വന്തമായൊരു ആർക്കിടെക്ചറൽ ഫേം തുടങ്ങി. ആ ഫേമിൽ ആർക്കിടെക്ചറൽ കാര്യങ്ങൾ, ഡയഗ്രമൊക്കെ വരയ്ക്കുന്ന, സ്കെച്ച് വരയ്ക്കുന്ന കൺസൾട്ടേഷൻ ജോലികൾ അവൻ ചെയ്യുകയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ജോലികൾ ചെയ്യാൻ പലരെ ഏർപ്പെടുത്തുകയും അങ്ങനെ ഒരു 5-6 പേർക്ക് അവൻ്റെ ഓഫീസിൽ തന്നെ ജോലി കൊടുക്കുകയും പിന്നീട് പതുക്കെ വളർന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ 10-20 പേർക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന 25ാമത്തെ വയസ്സിൽ തന്നെ ഒരു 30ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നൊരു വ്യക്തിയാവും മാറുന്നു. അവൻ്റെ മനസ്സിലെ കണക്കൂട്ടലനുസരിച്ച് അവൻ എൻ്റെ 50ാമത്തെ വയസ്സിലെത്തുമ്പോൾ ഒരു വലിയ വ്യവസായ സമുച്ചയത്തിൻ്റെ ഉടമയായി അവൻ മാറണമെന്നുള്ളത്. അപ്പോൾ അവനെ കൂടി കൂട്ടത്തിൽ കൂടിയപ്പോൾ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസിൽ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് 2 വ്യത്യസ്ത മേഖലകൾ, ഒന്നൊരു പ്രൊഫഷണൽ അഡ്വാൻസ്മെൻറ്റും രണ്ടൊരു ബിസിനസ് അഡ്വാൻസ്മെൻറ്റും. ഞാനൊരു പ്രൊഫഷണൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, അവൻ ബിസിനസ് അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഓഡിയൻസിലിരിക്കുന്ന കുട്ടികൾക്ക് അവരുടേതായ മേഖലകൾ കണ്ടെത്താനുള്ള ഒരു പ്രചോദനം, ഇതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴും ഒരു മാസ്റ്റർ പറഞ്ഞ 4ാമത്തെ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അത് സെൽഫ് ആക്ച്വലൈസേഷൻ്റെ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ തലമാണ്. ചില കലാകാരന്മാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ലേ, ആദ്യം കിട്ടിയ ജോലിയിൽ പ്രവേശിച്ചു, അവിടെ നിന്നുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിക്ക് പോയി, കുറച്ച് കഴിയുമ്പോൾ ജോലിയെ നിർത്തി അവരുടെ കലാമേഖലകളിലേക്ക്, അത് സംവിധാനമാകാം, ഉൽപ്പാദനമാകാം, പ്രൊഡക്ഷനാകാം, അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപരമായ രംഗത്തേക്ക് അവർ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ പുസ്തകം എഴുത്തിൻ്റെ മേഖലകളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെയുള്ള മേഖലകളിലേക്കൊക്കെ അവരിങ്ങനെ മാറി മാറി പോകുന്ന കാണാൻ പറ്റും. തൊഴിൽ മേഖലയിലുള്ള ഈ ചാട്ടത്തെക്കുറിച്ച് പഴയ തലമുറ നെഗറ്റീവായിട്ട് പറഞ്ഞിരുന്നു, അവനൊരു ജോലിയിൽ സ്ഥിരതയില്ല, മാറി മാറി നടക്കുകയാണ്. എന്നാൽ പുതിയ തലമുറ അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം പഴയ തലമുറ ഞാൻ ഓർക്കുന്നുണ്ട്, ചില യാത്രയപ്പ് സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ, ഒരു സ്കൂളിൻ്റെ ഒരു സാറിൻ്റെ യാത്രയപ്പ് സമ്മേളനങ്ങളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഒരു കീനോട്ട് സ്പീക്കറായിട്ടൊക്കെ ഞാൻ വിളിച്ചിട്ട് ഞാൻ സ്റ്റേജിലിരിക്കുമ്പോൾ ഞാൻ സ്ഥിരം കേൾക്കുന്നൊരു വരിയാണ്, കഴിഞ്ഞ 32 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം നമ്മുടെ ഈ സ്ഥാപനത്തിനോട് വിട പറയുന്ന ഇന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട്. ആധുനിക തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, കഴിഞ്ഞ 32 വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, അയ്യോ ഒരേ സ്ഥാപനത്തിന് 32 വർഷമാണ്, അപ്പോൾ അയാളെ ഒന്നിനും കൊള്ളത്തില്ല എന്നാണ് ആധുനിക തലമുറ വിലയിരുത്തുന്നത്. അയാൾ ക്രിയേറ്റീവ് അല്ല, അയാൾ കൺസ്ട്രക്റ്റീവ് അല്ല, അയാൾക്ക് പുതിയ മാർഗങ്ങളിൽ എന്നൊക്കെ പുതിയ തലമുറ കാണുന്നത്. അതുകൊണ്ട് ഈ മാറ്റത്തെയാണ്. ഇങ്ങനെ മാറണമെങ്കിൽ നമുക്ക് നമ്മളുടെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ്റെ എന്താണ് അതിൻ്റെ വിത്ത് എന്നിലുള്ളതെന്ന് കണ്ടെത്തും. കർത്താവ് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ താലന്ത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. താലന്തുകളുടെ ഉപമയെക്കുറിച്ച് ഈശോ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ, അതുതന്നെ സമാന്തര സുവിശേഷങ്ങളിൽ പെടുന്ന ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 19-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ, ഈ 2 ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മൾ നിക്ഷേപിക്കുന്ന താലന്തുകളെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭിത്തിന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം.
ഈശോയുടെ ഉപമകളെല്ലാം തന്നെ സ്വർഗരാജ്യം ദൈവരാജ്യം പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വിവിധ മാർഗങ്ങളായിരുന്നു. ഈശോ അത്ഭുതങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ, ഉപമകളിലൂടെ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനായിട്ടാണ് ഈ ഉപമ ഉപയോഗിച്ചത്. എന്നിട്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ താലന്ത് കൊടുത്തതായിട്ട് നമ്മളോട് വായിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമാണ് അല്ലേ? അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവൻ 5 മറ്റൊരുവന് 2 വേറൊരുവൻ 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. കൊടുക്കുന്ന ആൾക്ക്, ദ ഗിവർ, ദാതാവിന് മനസ്സിലാകും ആർക്കൊക്കെ എന്തൊക്കെ ഏതൊക്കെ അളവിൽ കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഈ എപ്പിസോഡ് കണ്ട ഒരാൾ എന്നെ വിളിച്ച് ഒത്തിരി ദേഷ്യപ്പെട്ടു. ദൈവം എന്തെല്ലാം അസമത്വങ്ങളാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്, സാമ്പത്തിക അസമത്വങ്ങൾ. അപ്പോൾ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയാൾ എന്നോട് പറഞ്ഞത് കൂടുതലും പണമുള്ളവനോടുള്ള അയാളുടെ അസ്വസ്ഥത, അമർഷം, വാശി, വൈരാഗ്യം, ഇതെല്ലാം അയാളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റി. ദ ഗിവർ ഈസ് ജനറസ് ദാൻ ദ ഗിവർ നോസ് ഹൗ ടു ഗിവ്. നമ്മൾ മറ്റൊരു ഉപമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതിനകത്ത് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് നൽകുന്നതിൽ നീ എന്തിന് അസ്വസ്ഥനാകുന്നു. മുന്തിരിത്തോട്ടത്തിലേക്ക് ആളെ വിളിച്ചിട്ട് കൂലി കൊടുത്ത ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളത് കണ്ടതാണ് ഉപമ. അതുകൊണ്ട് നമ്മളത് വീണ്ടും പരാമർശിക്കുന്നില്ല. ഇത് കണ്ട, കർത്താവ് ഓരോരുത്തർക്ക് കഴിവനുസരിച്ച് കൊടുത്തു. ചിലർക്ക് 5 കൊടുത്തു, ചിലർക്ക് 2 കൊടുത്തു, വേറൊരാൾക്ക് 1 കൊടുത്തു. നമുക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെക്ക് കിട്ടിയതിനെക്കുറിച്ച് അസ്വസ്ഥരാകുകയല്ല വേണ്ടത്. നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കുക. നമുക്ക് അർഹതപ്പെട്ടതൊന്നുമല്ല, അത് ഔദാര്യമാണ്. കൊടുക്കുന്ന ആളിൻ്റെ ഔദാര്യമാണ്, ദൈവത്തിൻ്റെ ഔദാര്യം. 5 ലഭിച്ചവൻ വ്യാപാരം ചെയ്ത് 5 കൂടി സമ്പാദിച്ചു. 2 ലഭിച്ചവനും അതുപോലെ തന്നെ താലന്ത് നേടി, 2 കൂടി നേടി. ദാറ്റ് മീൻസ് ദേ ഡബിൾഡ് ദെയർ ടാലൻസ്. അവർ ഇരട്ടിപ്പിച്ചു എന്നുള്ള. ദൈവം നമ്മളെ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന എല്ലാ കഴിവുകളെയും ഇരട്ടിപ്പിക്കാനുള്ളൊരു വിളിയാണ് ഈ ഉപമ നമ്മളോട് പറയുന്നത്. ഏതൊരു കഴിവുമാകട്ടെ, പഠിക്കാനുള്ള കഴിവാകാം, പഠിപ്പിക്കാനുള്ള കഴിവാകാം, ചിന്തിപ്പിക്കാനുള്ള കഴിവാകാം, എഴുതാനുള്ള കഴിവാകാം, പ്രസംഗിക്കാനുള്ളതാകാം, പ്രവർത്തിക്കാനുള്ളതാകാം, സംഘടിപ്പിക്കാനുള്ളതാകാം, ഏത് തരത്തിൽ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കഴിവുകളുണ്ട്. പല രീതിയിലായിരിക്കും, പല രൂപത്തിലായിരിക്കും. ഇത് കണ്ടെത്തി ഇരട്ടിയാക്കുക എന്നുള്ളതാണ് ദാതാവിനോട് നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്രത്യുത്തരം. ഒരു കഴിവുമില്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ചില മനോഹരമായ ചില കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ, സംഘടിപ്പിക്കുന്ന കാണുമ്പോൾ, സംഘാടനം എന്നുള്ള കഴിവ് കാണുമ്പോൾ പലർക്കും പല വ്യത്യസ്തമായ അളവുകൾ, പല രീതിയിൽ. അപ്പോൾ അതിന് ഇരട്ടിയാക്കുക എന്നുള്ളത്. അപ്പോൾ യജമാനന് സന്തോഷമായി. എന്നാൽ 1 ലഭിച്ചവന് ഭയങ്കര അസ്വസ്ഥതയും നിരാശയും അമർഷവും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്നെ ഫോൺ ചെയ്ത വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര നിരാശയാണ്. അതുകൊണ്ട് യജമാനനോട് കലികേറി അദ്ദേഹം അത് മറച്ചു വെച്ചു. നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചു വെച്ചു. ഇതൊക്കെ സിംബോളിക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അൺയൂട്ടിലൈസ്ഡ്, കുഴിച്ചു വെച്ചു, മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന സിദ്ധി, നന്മ കണ്ടെത്താറില്ല. പക്ഷെ മറ്റുള്ളവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കണ്ടെത്തുകയും ചെയ്യും, എന്നിട്ട് അസ്വസ്ഥപ്പെട്ട് നടക്കുകയും ചെയ്യും. എന്നാൽ ഈ വ്യക്തി തൻ്റെത് നിലം കുഴിച്ചു മറച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇനി ഇത് അറിയണ്ട, ആർക്കും ഇതുകൊണ്ടൊരു പ്രയോജനവും വേണ്ട. അത് തന്ന ദാതാവിനോടുള്ള വാശിയാണ്. കുറേ നാളുകൾക്ക് ശേഷം യജമാനൻ തിരിച്ചു വരികയും ആദ്യത്തെ 2 പേര് ഇരട്ടി സമർപ്പിക്കുകയും ചെയ്തു. യജമാനൻ പറയുന്നു, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, ദ ഗുഡ് ആൻഡ് ട്രസ്റ്റ് വർത്തി സെർവൻറ്റ്. നല്ല വാക്കുകളാണത്. ആരാണ് ദൈവസമക്ഷം നല്ലവൻ? ദൈവം നമുക്കായി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കുകയും അതിനെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നവൻ നല്ലവനാണ്. ആരാണ് വിശ്വസ്തൻ? ദ ഫെയ്ത്ത്ഫുൾ. എനിക്ക് ലഭിച്ചതെല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിയുന്നവൻ ഫെയ്ത്ത്ഫുള്ളാണ്, വിശ്വസ്തനാണ്.
അതുകൊണ്ട് ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. നീ ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിക്കും. ദൈവത്തിരുമുൻപിൽ, ദൈവത്തിൻ്റെ ഔദാര്യത്തിന് മുമ്പിൽ തുറന്ന മനസ്സുള്ളവനാണ് കൂടുതൽ ലഭിക്കുന്നത്. ഉള്ളവന് കൂടുതൽ ലഭിക്കുക. തുറന്ന മനസ്സുള്ളവൻ, ദൈവത്തെ അംഗീകരിക്കുന്നവന്, ദൈവത്തിൻ്റെ സ്നേഹത്തെ, കരുണയെ മനസ്സിലാക്കുന്നവന് വീണ്ടും വീണ്ടും ലഭിക്കുകയാണ്. ചിലരെങ്കിലും പറയും, ഇത്രയും എന്നെ സ്നേഹിക്കാൻ ദൈവമേ ഞാൻ എന്താ ചെയ്തത്? അത്രമാത്രം ദൈവത്തിൻ്റെ ഔദാര്യം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എന്നെ സംരക്ഷിച്ച, എന്നെ വഴി നടത്തിയ, എന്നെ പരിപാലിച്ച, സാമ്പത്തിക കാര്യങ്ങളിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോയ, എനിക്ക് തൊഴിൽ നൽകിയ, എനിക്ക് ശമ്പളം നൽകിയ എൻ്റെ സംവിധാനങ്ങളെ, എൻ്റെ സൗകര്യങ്ങളെ ഓർത്ത് ഇതാ ദൈവത്തിനു മുമ്പിൽ ഞാൻ തുറന്ന മനസ്സോടെ ഇരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന് അനുഗ്രഹിക്കാൻ അല്ലാതെ ഒന്നും അറിയത്തില്ല. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ദൈവം വീണ്ടും വീണ്ടും നമ്മുടെ സൗകര്യങ്ങളെ, അതിർത്തികളെ വിശാലമാക്കി തരും. നമ്മൾ പ്രാവശ്യം കണ്ടതല്ലേ ഏശയ്യാ പുസ്തകത്തിൽ നിന്നല്ലേ, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ, എൻ്റെ കൂടാരങ്ങളെ കൂടുതൽ മനോഹരമാക്കണമേ എന്ന പ്രാർത്ഥന. അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. ചെയ്യുന്നവന് വീണ്ടും വീണ്ടും പണി കിട്ടുമെന്ന് വരും. അതുകൊണ്ട് ചിലരൊക്കെ പണിയെടുക്കാതിരിക്കും, വീണ്ടും വീണ്ടും പണി കിട്ടിയാലോ. എന്നാൽ പോസിറ്റീവായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അല്ലേ? എൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുകയും. ജീവിതത്തിലെ സന്തോഷം ദൈവത്തോടൊപ്പമുള്ള സന്തോഷമാണ്. ദൈവത്തോടൊപ്പമുള്ള സന്തോഷം എങ്ങനെയാണ് കിട്ടുന്നത്? നല്ലവനും വിശ്വസ്തനുമാകുമ്പോൾ. ജീവിതം സന്തോഷിക്കുവാനുള്ളതാണ് അല്ലേ? ഈശോ പറയുന്നുണ്ട്, ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. നമ്മുടെ സന്തോഷം ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനോടും യജമാനൻ ഇതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ 2 കൂടി സമ്പാദിച്ചിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. സെയിം വാക്ക് റിപ്പീറ്റ് ചെയ്യാണ്, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നവൻ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നീയും നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഹെറിറ്റേജാണ്, നമ്മുടെ അവകാശമാണ് ദൈവത്തോടൊപ്പം സന്തോഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് എ ഹെറിറ്റേജ്, നമ്മുടെ ഒരു അവകാശമാണ്. ഈ അവകാശം സ്വന്തമാക്കാൻ 2 കാര്യങ്ങൾ മതി. നല്ലവനാകണം, വിശ്വസ്തനാകണം. ടു സിമ്പിൾ, വെരി സിമ്പിൾ. സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തനാവുക, അപ്പോൾ കൂടുതൽ സമ്പത്ത് കർത്താവ് നമ്മളെ ഏൽപ്പിക്കും. ജീവിതത്തിൻ്റെ ഇടപെടലുകളിൽ നല്ലവനാവുക, കൂടുതൽ സമ്പത്ത് കർത്താവ്, കൂടുതൽ താലന്തുകൾ നമുക്ക് തരും. യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ 1 കിട്ടിയവനെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. 1 കിട്ടിയവൻ പരാതി പറയുകയാണ്. ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? യജമാനനെ കുറ്റപ്പെടുത്തുകയാണ്. ഞാനൊന്നും ചെയ്തില്ല, ഞാനത് കുഴിച്ചിട്ടു എന്നുള്ളതിനേക്കാൾ അപ്പുറം യജമാനൻ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യരെ നമ്മൾ ചുറ്റുപാട് ഒത്തിരി കണ്ടുമുട്ടുന്നുണ്ടല്ലേ. ദൈവം നല്ലവനാണോ? ദൈവം നല്ലവനാണെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഈ രോഗങ്ങൾ, പീഡകൾ, പ്രകൃതി ദുരന്തങ്ങൾ, എല്ലാത്തിനും ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവനവൻ്റെ കുറ്റം മറച്ചു വയ്ക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഈ 3ാമത്തെ വ്യക്തിയുടെ അവസ്ഥയിലേക്ക് തരം താണു കഴിഞ്ഞാൽ നമ്മളെ സാമ്പത്തികമായി ദൈവത്തിന് മെച്ചപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയപ്പെട്ട് ഞാൻ നിൻ്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ആ വാക്ക് പ്രധാനപ്പെട്ടാണ്, ഭയം. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. യോഹന്നാൻ ശ്ലീഹയുടെ വാക്കുകളാണ്. ദൈവത്തെ ഭയചകിതനായൊരു വ്യക്തിയായിട്ട് കാണുന്നത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നവനാണ്. എന്നാൽ
സ്വന്തം ഉത്തരവാദിത്വത്തിൽ നല്ലവനും വിശ്വസ്തനും ആകുന്നവൻ ദൈവത്തിൻ്റെ നന്മയാണ് ചിന്തിക്കുന്നത്, കാരുണ്യമാണ് ചിന്തിക്കുന്നത്. ഇവിടെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം സ്വയം കഠിനഹൃദയനായതുകൊണ്ടാണ്. തൻ്റെ കഠിനഹൃദയം മൂലമാണ് തനിക്ക് കിട്ടിയ കഴിവ് കൊണ്ടുപോയി കുഴിച്ചിട്ടത്. എന്നിട്ട് പറയുന്നു ദൈവം കഠിനഹൃദയനാണ്. ഇതാ നിൻ്റേത് എടുത്തുകൊള്ളുക. ചില അവരുടെ ജീവിതം തന്നെ ഇങ്ങനെ എടുത്തു കളയും, മറ്റുള്ളവരുടെ ജീവിതം എടുത്തു കളയും. വശിക്ക്, അരിശം, നിരാശ, അല്ലേ? കർത്താവ് ഉപയോഗിച്ച വാക്കുകൾ യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ. ഇവിടെയും വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലേസി എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ സാരമില്ല. ദുഷ്ടനാണെന്ന് പറയാൻ കാരണം ദൈവത്തെ അംഗീകരിക്കുക പോരായ്മയായി കരുതുന്നവൻ. റോമാക്കാക്കതിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്നവൻ. ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് നീ മനസ്സിലാക്കിയല്ലോ, വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് മനസ്സിലാക്കിയല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതാണ്. നിനക്ക് പണിയെടുക്കാൻ കഴിയില്ലെങ്കിൽ ആ പണം പണിയെടുക്കുന്നിടത്ത് നിനക്ക് കൊടുക്കാമായിരുന്നു. ഇവിടെ കർത്താവ് പലിശയെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. പലരും ഇത് വ്യാഖ്യാനിക്കാറുണ്ട്. പലിശയെങ്കിലും കിട്ടുമല്ലോ എന്ന് കർത്താവ് പറഞ്ഞല്ലോ, അതുകൊണ്ട് പലിശയ്ക്കകത്ത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് ഇവിടെ പലിശയെ ന്യായീകരിക്കുകയല്ല, നമ്മുടെ കഴിവുകൾ ക്രിയേറ്റീവായി ഉപയോഗിക്കപ്പെടാമായിരുന്നല്ലോ. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, ഉള്ളവന് വീണ്ടും നൽകും, ഇല്ലാത്തവൻ നിന്ന് വീണ്ടും എടുക്കപ്പെടും. ഈ ഐറോണിക്കൽ ഫിലോസഫി മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒത്തിരി മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ദൈവത്തിനു മുമ്പിൽ നമുക്ക് ഓപ്പണാകാം, സ്വതന്ത്രമായ മനസ്സോടെ. ദൈവം എന്നെ ഏൽപ്പിച്ച താലന്തുകൾ, കഴിവുകൾ, സാധ്യതകൾ എന്തെന്ന് ഞാൻ കണ്ടെത്തും. ഈ കണ്ടെത്തുന്ന തലത്തെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള മാസ്ലോസ് തിയറിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അതായത് നമ്മൾ എത്തിച്ചേരുന്ന ആ ഒരു തലമുണ്ടല്ലോ, നമ്മൾ എത്തിച്ചേരുന്ന ആ ഒരു തലം, അത് നമ്മുടെ നിയോഗമാണ്. ദൈവവിളിയൊക്കെ നിർവചിക്കുന്നത് ഈ ഒരു നിയോഗത്തിൻ്റെ തലത്തിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആത്മസാക്ഷാത്കാരം, വൈദിക ജീവിതത്തിലും സന്യസ്തരുടെ ഇടയിലും വിവാഹ അന്തസ്സിലുമൊക്കെ പ്രവേശിക്കുന്നവർ അവരെത്തിച്ചേർന്ന ഈ നിയോഗത്തിൻ്റെ പാരമ്യതയെക്കുറിച്ച് പറയുന്നത് ഇതെൻ്റെ ദൈവവിളിയാണെന്നാണ്, ദൈവ നിയോഗമാണ്, ദൈവം എനിക്ക് വേണ്ടി കണ്ടെത്തിയ പ്ലാനാണ്, ദൈവം എന്നെ ഏൽപ്പിച്ച പദ്ധതിയാണ്. ഈ റിയലൈസേഷൻ്റെ ബ്യൂട്ടി, ഇതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയവർ അവരുടെ ദൈവവിളി ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില വൈദികർ, ചില സന്യസ്തർ അവരുടെ സന്യാസം, അവരുടെ പട്ടം ജോയ്ഫുള്ളായിട്ട് ആസ്വദിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരച്ഛൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഐ ആം എ ജോയ്ഫുൾ പ്രീസ്റ്റ്, യു നോ ടീച്ചർ. എന്നോട് പറയാം, ഐ എം എ ജോയ്ഫുൾ പ്രീസ്റ്റ്, യു നോ ടീച്ചർ. ടീച്ചറിനെ അറിയാമല്ലോ, ഞാനൊരു സന്തോഷമുള്ള വൈദികൻ. എവിടെ നിന്ന് കിട്ടി ഈ സന്തോഷം? ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതല്ല, ഈ ലോകത്തിലൊരു വസ്തുവിനോ ഒരു അവസ്ഥയ്ക്കോ തരാൻ പറ്റുന്നതല്ല. അതാണ് ഈ പറഞ്ഞ ആത്മസാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ. സെൻറ്റ് അഗസ്റ്റിൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുന്നത് വരെ ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നില്ല. മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിലെത്തുമ്പോൾ ഞാൻ സംതൃപ്തി കണ്ടെത്തും. ഈ ഒരു കണ്ടൻമെൻറ്റ്, തൃപ്തി, ഈ തൃപ്തിയും ആത്മസാക്ഷാത്കാരവും കണ്ടെത്താത്ത വ്യക്തികൾ അവരുടെ ജീവിതാവസ്ഥകൾ, അവരുടെ ദൈവവിളികൾ അവർക്ക് ഭാരമാകുന്നു. അവരവരുടെ താലന്തുകൾ കുഴിച്ചിടുന്നു. അവർക്ക് വിശ്വസ്തനാകാൻ പറ്റുന്നില്ല. ദൈവത്തിനു മുമ്പിൽ ദൈവത്തോട് മറുതലിക്കുന്നവർ, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവർ, ദൈവിക സംവിധാനത്തെ വെല്ലുവിളിക്കുന്നവരായിട്ടൊക്കെ അവർ മാറുന്നു. അതുകൊണ്ട് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത്. എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ? എന്താണ് ആത്മസാക്ഷാത്കാരം? ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ, സാധ്യതകൾ ഞാൻ കണ്ടെത്തുന്നു. അത് എനിക്കും സമൂഹത്തിനും ദൈവമഹത്വത്തിനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ഞാൻ ഉപയോഗിക്കുമ്പോൾ ദൈവം എന്നെ എത്തിച്ച് നിർത്തുന്ന ഒരു തലം,
ആ തലത്തിൽ യജമാനൻ്റെ സന്തോഷമുണ്ട്, യജമാനൻ്റെ സന്തോഷത്തിൻ്റെ ആസ്വാദനമുണ്ട്, ഈ സന്തോഷത്തിൻ്റെ പ്രസരിപ്പുണ്ട്. ചില വൈദികരെയും ചില സന്യസ്തരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കണ്ടേ, വിശുദ്ധി റേഡിയേറ്റ് ചെയ്യുന്ന ജീവിതങ്ങൾ, വിശുദ്ധി സംപ്രേഷണം ചെയ്യുന്ന, ചുറ്റുപാടുകളിലേക്ക് പ്രസരിക്കുന്ന ചില വ്യക്തികളുടെ അടുത്തിരിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ ഈ സന്തോഷവും ഈ വിശുദ്ധിയും പ്രസരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർ യജമാനൻ്റെ സന്തോഷം കണ്ടെത്തിയവരാണ്. മറിച്ച് താലന്ത് കുഴിച്ചിട്ട് യജമാനനെ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരെ പഴിയും ചാരി അസ്വസ്ഥരാകുന്ന ജീവിതങ്ങളും ജീവിതാവസ്ഥകളും നമ്മുടെ ചുറ്റുപാടിലും ഉള്ളതുകൊണ്ട് നമുക്ക് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് സാധാരണ കാര്യങ്ങൾ അസാധാരണ വൈഭവത്തോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഗ്രേറ്റ്നെസ് ഇൻ ലൈഫ് ഈസ് നോട്ട് ഡൂയിങ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ബട്ട് ഓർഡിനറി തിങ്സ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി വേ. ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, സാധാരണ കാര്യങ്ങൾ അസാധാരണ വൈഭവത്തോടുകൂടി ചെയ്യുന്നതിലാണ്. ആമേൻ.